Where's Levi going? Is Daddy going, darling? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഫൈനലി the day came. Yeah, I'm going to India, guys. So I'm going back to Kerala and go see my family and spend time with them for a month. So it's a short period, and yeah, bit sad because Maddie and Levi not coming. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സിംഗപ്പൂർ എയർലൈൻസിലാണ് പോകുന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് ഫ്ലൈറ്റ്. ഞാൻ പോയിട്ട് വരാം കേട്ടോ. So which car, Maddie? Mommy's car. Mommy's car. All right. Yeah. So guys, നമുക്ക് രണ്ട് വണ്ടിയുണ്ട്. I'm gonna miss Amrock too. I just want to say bye bye to Amrock. Too happy. Heavy, isn't it? Mommy can't live it. Daddy's gonna stay. Oh, goodness. ലൈക്ക് ഞാൻ ഹാപ്പിയാണ്, എന്നാൽ ഇവരെ വിട്ട് വരുന്നത് ഒരു മാസത്തേക്കുള്ളെങ്കിലും ഇവരെ വിട്ട് വരുന്നൊരു സങ്കടമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംറോക്ക്. സോ ഗൈസ്, നമ്മുടെ പുതിയ വണ്ടി ഇവിടെ കിടക്കുവാണ്. പുതിയ വണ്ടി അങ്ങോട്ട് ഓടിച്ച് കൊതിയും തീർന്നിട്ടില്ല. ഇതിൻ്റെ വണ്ടിയുടെ റിവ്യൂ ഇടണമെന്നും ഉണ്ടായിരുന്നു ഒരു മാസത്തെ, പക്ഷേ അതിൻ്റെ ഒന്നും പറ്റിയില്ല, ഒരു കാര്യങ്ങളും പറ്റിയില്ല. സോ ബൈ ബൈ. Baby. സോ ഗൈസ്, കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇരുന്ന സെയിം സ്പോട്ടാണ്. മമ്മീസ് ബർത്ത്ഡേ. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവയ്ക്ക് കളിക്കാനായിട്ട് പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലീവായിട്ട് ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്തിട്ട് 2:30-ക്കാണ് എനിക്ക് ഇവിടുന്ന് ട്രെയിൻ. നമുക്ക് ചിക്കനും ബേക്കണും എല്ലാം ഇട്ട സംഭവമാണ്. So I'm gonna eat rice and curry from tomorrow, mommy. So നാളെ തൊട്ട് കറിയും റൈസും ഒക്കെ ആയിരിക്കും കഴിക്കാൻ പോണേ. മോർണിംഗ് ഗായ്സ്. സോ ഓൾമോസ്റ്റ് പാക്കായി. ഞാൻ എന്താണ് പറയണ്ടേ, നന്നായിട്ട് അവിടെ നിന്ന് ഉറങ്ങിയില്ല. ഇപ്പം സമയം വെളുപ്പിന് 4 മണി അലാറം അടിക്കുന്നു. സോ ഫ്ലൈറ്റ് 9:30-ക്കാണ്. അപ്പം നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ അരമണിക്കൂർ എടുക്കത്തില്ല, എന്നാലും നമ്മൾ നടക്കും. ഇത്രയും ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു 25 കിലോയും അതൊരു 7 കിലോയും പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ബാഗും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് സമയമെടുക്കും. എന്തുവായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ പോയാലും ഒരു 15 മിനിറ്റ് വാക്ക് കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് പോയിട്ട് സ്കൈ ബസ് എന്നാണ് പേര്. അത് എല്ലാ 5 മിനിറ്റ് ഇടവിട്ടും 24 മണിക്കൂർ എയർപോർട്ടിലോട്ട് വണ്ടിയുണ്ട്. അപ്പം ആ ഒരു വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടിറക്കിയിട്ട്. സോ ഗൈസ്, ഞാൻ പറഞ്ഞ സ്കൈ ബസ് കണ്ട് ഈ വരുന്നതാണ്. ഇതിനകത്ത് തന്നെ വൈഫൈയും ഫ്രീ വൈഫൈയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമൊക്കെ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് മെൽബണിൻ്റെ ആ ഒരു ദൃശ്യഭംഗിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആസ്വദിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ പോയപ്പോൾ ഞാൻ എടുത്തൊരു ഷോട്ടാണ് ഗൈസ്.
ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് ഓവർ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെൽബൺ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. നല്ല രസമാണ് കൈസ് കാണാൻ. അടിപൊളിയായിട്ടാണ് അവർ ആ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. നല്ല രസമാണ് ഈ കുപ്പികളൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാനായിട്ടും എല്ലാം നല്ല രസമാണ്. പക്ഷേ ഇവിടുന്ന് ഞാൻ സാധനങ്ങളൊന്നും മേടിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ലഗേജ് ഇവിടുന്ന് ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് ഒന്നും മേടിച്ചില്ല. ഇവിടുന്ന് നേരെ ഇനി പോകാനാണ് പോകുന്നത്. Event of an emergency, or when you hear the command, brace, brace. Assume the brace position. If you can reach the seat in front of you, lower your head and place it on the back of the front seat. Please be sure to leave everything behind. To put on your life vest, remove it from the plastic cover and slip it over your head. Pass the straps around your waist, connect the clip and pull to tighten. Inflate the life vest by pulling the red tabs or blowing into the mouthpiece. It's already covered 10 minutes. Is it? Normally the taxi takes about 20 minutes. Yeah. He is done in about 7 minutes. Going fast enough. There is another one coming. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ഫുഡുമായിട്ട് വന്നു. ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്യണം. ഇപ്പോൾ സെർവ് ചെയ്യുന്നത് അപ്പുറത്ത് സീറ്റിലുള്ള ആൾക്കാർക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഫുഡ്, എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റൊന്നും കഴിച്ചില്ല. 4:30 ആയപ്പോൾ എഴുന്നേറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് നേരം നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ കുറച്ച് നേരം ഒന്ന് ചുമ്മാ ഒന്ന് തോണ്ടിയിരിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു 10.6 സ്ക്രീനാണുള്ളത്. വലിയ സിനിമകളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ സിംഗപ്പൂരിലാണ് വന്നത്. എന്നാലും ഒരു 4 അല്ലെ 5 മലയാളം സിനിമ ഉണ്ടായിരുന്നു. ദൃശ്യം 2 ഒക്കെ ആയിരുന്നു. Yeah, go butter chicken. Sorry? Butter chicken? Butter chicken. Yep. Can I get something to drink? Yes, please. Can I have some red wine and a water, please? Is that mine? Thank you. Thank you. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ബട്ടർ ചിക്കനും പിന്നെ ഫിഷിൻ്റെ എന്തോ ഒരു ഐറ്റം ആയിരുന്നുള്ളത്. ഞാൻ ഒബ്വിയസ്ലി ബട്ടർ ചിക്കൻ ആൻഡ് റൈസാണ് ഓർഡർ ചെയ്തത്. കാണാനൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഫുഡിന് ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ചിലപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ടായിരിക്കും. എന്നാൽ പോലും കുറ്റം പറയാൻ പാടില്ല. അത് നല്ല ഫുഡായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആൾക്കാരും എല്ലാവരും നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡും പിന്നെ ആ ഒരു റെഡ് വൈനും കഴിച്ച് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി.
ചെറിയൊരു മയക്കമൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തിയെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വിട്ടു. ഓസ്ട്രേലിയയുടെ മേളിൽ കൂടെ ആയി നേരെ ഇന്തോനേഷ്യയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു നമ്മൾ പുറത്ത് ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കി. പക്ഷേ ഭയങ്കര വെയിലാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പിന്നെ പുറത്തൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നേരെ കിടന്നുറങ്ങി സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞിട്ട് അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട് സിംഗപ്പൂരിലെ ഫസ്റ്റ് ഫ്ലോറിൽ. അത് ഇന്ത്യനും ചൈനീസും കോണ്ടിനെൻ്റലും എല്ലാം കൂടെ ചേർന്ന റെസ്റ്റോറൻ്റാണ്. നമ്മൾ ചൈനീസ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. അതിൻ്റെ കൂടെ മറ്റേ നമ്മുടെ ഒരു കുഞ്ചമന്തിയും കാര്യങ്ങളും അതുപോലെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഈ ഒരു ഫ്രൈഡ് റൈസും കാര്യങ്ങളും എല്ലാം കഴിച്ചു. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് അടുത്ത ഫ്ലൈറ്റ്, സ്കൂട്ടാണ് അടുത്ത ഫ്ലൈറ്റ്, തിരുവനന്തപുരത്തോടാണ് പോകുന്നത്. തിരുവനന്തപുരത്തോട്ട് എത്താനായിട്ട് അവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട് സിംഗപ്പൂരിൽ നിന്ന്. നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. അവളെ വളർന്നു പോയല്ലോടോ. ഇത് ഇതാരാ? ധനുസ ഇതാരാ? ധനുവാണോ? ജാനിയാണോ? അങ്ങോട്ട് നോക്കിയേ, ക്യാമറയിലോട്ട് നോക്കിയേ, മോളെന്തെങ്കിലും പറഞ്ഞേ. അത് എൻ്റെ കൈ വെക്കടാ, കൈ പിടിക്കാം. ആ Let's go home. Huh? Oh shit, sorry. കൊച്ചു വിലക്കാളി ഫോൺ